ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീഷ്. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കേരളത്തിൽ എന്നും വരുന്ന വാർത്ത ഒരു മാറ്റവുമില്ലാതെ ഒരു വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിനെ കുറിച്ചാണ്. ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേര് അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ട് മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കപ്പെടാറുണ്ട് കേരളത്തിൽ, ഇല്ലേ? ആദ്യമൊക്കെ മയക്കുമരുന്ന് പിടിക്കപ്പെട്ടു അല്ലെങ്കിൽ MDMA കടത്തുമ്പോൾ പിടിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഓരോ കേസുകളും അല്ലെങ്കിൽ ഓരോ ന്യൂസുകളൊക്കെ വരുന്നത്. ഇപ്പോഴങ്ങനെയല്ല. MDMA ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് മാതാവിനെ കൊന്നു, പിതാവിനെ കൊന്നു, അല്ലെങ്കിൽ സഹോദരങ്ങളെ കൊന്നു, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൊന്നു എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വാർത്ത വരുന്നത്. സത്യത്തിൽ നമ്മൾ ഈ മയക്കുമരുന്ന് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഭയക്കണം. കാരണം ഇന്നിപ്പം നമ്മളൊരു വാർത്ത മറ്റൊരു കുടുംബത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ നാളെ അത് നമ്മുടെ കുടുംബത്തിലേക്കും വരാം. അതുകൊണ്ട് നമ്മളെല്ലാവരും അലർട്ടായിരിക്കുക. ഈ ഒരു മയക്കുമരുന്ന് മാഫിയയെ ഭയന്ന് തന്നെ ഇരിക്കണം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് താമരശ്ശേരി കൈതപ്പൊയിൽ സ്വദേശിനി ചെറുകാട്ടിൽ ഫാത്തിമ നസ്രിൻ എന്ന് പറഞ്ഞ 20കാരി, അതുപോലെ തന്നെ മലപ്പുറം കൊണ്ടോട്ടി കച്ചേരിക്കൽ സ്വദേശി ഷഫീഖ് എന്ന് പറഞ്ഞ ഒരു 35കാരനും 3.5 കോടിയുടെ മയക്കുമരുന്ന് എക്സൈസ് സംഘം പിടികൂടിയിട്ടുണ്ട്. ഈ ഇത്രയും വിലപിടിപ്പുള്ള അല്ലെങ്കിൽ ഇത്രയും മാരകമായ ഈ ലഹരി MDMA പോലുള്ള ലഹരി ആർക്ക് വേണ്ടിയിട്ടാണ് കടത്തുന്നത്? എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ആരാണ് ഇതിന്റെ ഹോൾസെയിൽ ഡീലർ? ഇതൊക്കെ നമുക്കറിയോ? ഈ കടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാരെ മാത്രം നമുക്കറിയൂ. അല്ലാണ്ട് ഇത് ആരാണ് കൊടുക്കുന്നത്, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, ആർക്ക് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഇത് കടത്തുന്ന ഈ വാഹകരെ മാത്രം നമുക്കെപ്പോഴും മനസ്സിലാവും. കാരണം അത് പോലീസ് പിടിക്കുന്നതുകൊണ്ട്. ഇത് പിടിക്കപ്പെടാതെ കൊണ്ടുപോകുന്ന എത്ര പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതുപോലെ തന്നെ കൊച്ചിയിൽ ഒരു ജാർഖണ്ഡ് സ്വദേശിനി മഹ്തോമുണ്ട ദഗ്മി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ 9.11 ഗ്രാം MDMAയും അതുപോലെ തന്നെ 5 ഗ്രാം കഞ്ചാവും കടത്തുന്ന സമയത്ത് എക്സൈസുകാർ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ നാടിനടുത്താണ് പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഈ പയ്യന്നൂരിലത്തെ ഒരു സ്വദേശിനി, അതിന് 20 വയസ്സ് 22 വയസ്സം കണ്ടുള്ള ആ പെൺകുട്ടി ഒരു ഹിന്ദു പെൺകുട്ടിയാണ്. കൂടെയുള്ളത് ഒരു മുസ്ലിം പയ്യനും. ഇതൊക്കെ നിരന്തരം പറയുന്നതാണ്. നമ്മളിപ്പോൾ പറഞ്ഞാൽ വർഗീയവാദിയൊക്കെ ആവും. അതുകൊണ്ട് അതൊക്കെ വിട്ടേക്കും. അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. MDMA ആയിട്ട് ഈ പെൺകുട്ടിയെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നോക്ക്, ഈ ഇത്തരത്തിലുള്ള MDMA പോലുള്ള അല്ലെങ്കിൽ കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ കടത്തുമ്പോൾ ഇത് ആർക്ക് വേണ്ടി കടത്തുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല പോലീസിന്. ഈ കഞ്ചാവൊക്കെ കടത്തിയിട്ട് ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് കണ്ടുപിടിക്കാനായില്ലേ? കൊണ്ടുപോകുന്നവർ മാത്രമേ കണ്ടുപിടിക്കുന്നത്. നമ്മളെ കേരള പോലീസ് വളരെ ബ്രില്യൻ്റ് ആണ്. ഇപ്പം നിതിൻ രാജിന്റെ കൊലപാതകത്തെ തുടർന്നിട്ട് ലോണിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നിതിൻ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവർ ഡൽഹി പോയിട്ടാണ് ലോൺ കൊടുക്കുന്ന ആളെ പിടിച്ചു കൊണ്ടുവന്നത്. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആണ് നമ്മളെ പോലീസുകാർ. അവരെ കൈയെടുത്ത് നമിക്കണം, അവര് സ്വതന്ത്രമായിട്ട് വിടുകയാണെങ്കിൽ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പോലീസ് ഇത് മൊത്തം ഡീലറായിട്ടുള്ള ആൾക്കാരെ പിടിക്കാത്തത്? ഈ മയക്കുമരുന്നിന്റെ അവരെയല്ലേ പിടിക്കേണ്ടത്? അവർ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സോൾവ് ആകില്ലേ? ഇതൊക്കെ ചെയ്യേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മളെ നാടിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ ഇതൊന്നല്ല പറയേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഇരിട്ടിയിൽ മയക്കുമരുന്നിന് അടിമയായ ഒരു മകൻ സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊന്നിരുന്നു. നമ്മളെല്ലാവരും കേട്ട വാർത്തയാണ്. കേരളം മൊത്തത്തിൽ ഇതൊരു കുറച്ചാൾക്കാർ ആഘോഷമായിട്ടും കുറച്ചാൾക്കാർ ഇതിൽ വിഷമിച്ചിട്ടും പോസ്റ്റുകളും കമന്റുകളും ഇട്ടിട്ടുണ്ട്. ഗീത എന്ന് പറഞ്ഞൊരു 50 വയസ്സുള്ള ഒരു സ്ത്രീയെ അവരുടെ മകനെ ക്രിസ്റ്റി എന്ന് പറഞ്ഞ മകൻ കഴുത്തറുത്ത് കൊല്ലുകയാണ്. മയക്കുമരുന്നിന് അടിമയാണ് അത്ര. ഈ അമ്മയെ കൊന്നിട്ട് ഈ പയ്യൻ എവിടെ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരുന്നു. ബന്ധുവിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ കീഴടങ്ങി തന്റെ അമ്മയെ കഴുത്തോർത്ത് കൊന്നു. ഇത് മാത്രമല്ല ഇവൻ പറഞ്ഞത്. അമ്മയെ കൊന്നത് മാത്രമല്ല, ഇനി അച്ഛനെ കൂടി കൊല്ലണം. കാരണം എന്റെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം അവരാണെന്നാ പറയുന്നത്. നോക്കണം കാലത്തിന്റെ ഒരു പോക്ക്. സത്യത്തിൽ ഇത്തരത്തിൽ ഇങ്ങനെ ഈ എന്താ പറയാ മയക്കുമരുന്നിന് അടിമയായിട്ട് അല്ലെങ്കിൽ ലഹരിക്ക് അടിമയായിട്ട് കൊല്ലുന്ന ഒരു വ്യക്തികൾക്കും താൻ ചെയ്തത് പാപമാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ളൊരു മനസ്താപം ഉണ്ടാവുന്നില്ല. ചിലപ്പോൾ അത് ലഹരി കൊണ്ടായിരിക്കും, അതിന്റെ പ്രത്യാഘാതമായിരിക്കും. എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ പേടിയാവുന്നു. നമ്മളും ഈ സമൂഹത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. ഈ മകൻ ലഹരിക്ക് അടിമയാണെന്ന് ഈ അച്ഛനും അമ്മയും അറിയുന്നത് വളരെ വേദനയോടെയാണ്. സ്വാഭാവികമായിട്ടും മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛനമ്മമാർ ഉപദേശിക്കും അല്ലെങ്കിൽ ബന്ധുക്കൾ ഉപദേശിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഈ പയ്യന് അച്ഛനും അമ്മയും ഉപദേശിച്ചത് തീരെ ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു അരുംകൊലക്ക് തയ്യാറായത്. സത്യത്തിൽ ആ അമ്മയും അച്ഛനും മകൻ ഈ മയക്കുമരുന്നിന് അടിമയായ മകനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരണമെന്നും അവനെ നല്ല രീതിയിൽ നല്ല ജീവിതത്തിൽ നയിക്കണം എന്നൊക്കെ അമ്മയും അച്ഛനും ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും മകനെ നിരന്തരം
ഉപദേശിച്ചിട്ടുണ്ടാവുക? ഇതിപ്പോ മറ്റൊരു കുടുംബത്തിലായതുകൊണ്ടെന്ന് ഞാൻ ഈ ലാഘവത്തോടെ പറഞ്ഞത്. നമ്മുടെ സ്വന്തം കുടുംബത്തിൽ വന്നാൽ നമുക്ക് എന്തായിരിക്കും ഫീൽ ഉണ്ടാവുക അല്ലേ? നമുക്ക് ഏതൊരു വേദനയും ഏതൊരു സംഭവത്തിന്റെ ആ തീവ്രതയൊക്കെ അറിയണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ലൈഫിൽ വരണം. അത് എന്ത് തന്നെയായാലും, മരണമായാലും രോഗമായാലും ഇതുപോലെ എന്തെങ്കിലും ദുരന്തമായാലും അതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മളെ കുടുംബത്തിലേക്ക് വരണം. അപ്പോഴേ മനസ്സിലാവും. ക്രിസ്റ്റിയുടെ അമ്മയായ ഗീതമ്മയും അതുപോലെ തന്നെ അച്ഛനായ തങ്കച്ചനും നിരന്തരം ഈ ക്രിസ്റ്റി എന്ന് പറഞ്ഞ കുട്ടിയെ ഉപദേശിക്കാറുണ്ട്. സ്വാഭാവികമാണല്ലോ, മക്കള് തെറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മോശം വഴിയിലെ കൂടി പോകുമ്പോഴും അച്ഛനമ്മയെ ഉപദേശിക്കുക സ്വാഭാവികമാണ്. പയ്യൻ ബാംഗ്ലൂരിൽ BCA ഒക്കെ പഠിക്കുമ്പോൾ പെട്ടെന്ന് പകുതിക്ക് പഠനം നിർത്തിയിട്ട് നാട്ടിലേക്ക് വരികയാണ്. പിന്നെ നാട്ടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛനമ്മയും പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് അവിടെ ചേർന്നിട്ട് പകുതിക്ക് പഠിത്തം നിർത്തിയത്, നീ ഒന്ന് പോയിട്ട് പഠിച്ചൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമാണ്, നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഉപദേശം സഹിക്കാൻ പറ്റാതെ ഈ പയ്യൻ എന്ത് ചെയ്തു, നേരെ കൊച്ചിയിലേക്ക് പോയി. കൊച്ചിയിലും ഇവന്റെ ലൈഫ് എന്ന് പറയുന്നത് ലഹരിയിലായിരിക്കാം. സ്വാഭാവികമായിട്ട് അച്ഛനും അമ്മക്കും ഇത് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഈ അമ്മയും അച്ഛനും നിരന്തരമായിട്ട് ഉപദേശിച്ചതുകൊണ്ട് അവൻ നേരെ കൊച്ചിയിൽ നിന്ന് വണ്ടി കയറി ഇരുട്ടിയിലേക്ക് വന്ന് അച്ഛനില്ലാത്ത സമയം നോക്കിയിട്ട് അമ്മയെ ബെഡ്റൂമിൽ കയറി കഴുത്തത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. നോക്ക്, ഈ ഒരു കൊലപാതകം നമ്മുടെ കേരളത്തിൽ 2 രീതിയിലാണ് ആൾക്കാർ വിലയിരുത്തിയത് അല്ല അഭിപ്രായം പറയുന്നത്. ഒന്ന്, ലഹരിക്കടിമയായ മകൻ സ്വന്തം മാതാവിനെ കഴുത്തറുത്ത് കൊന്നു, അതിഭീകരം, ദയനീയം എന്ന രീതിയിലായിരുന്നു. രണ്ടാമത്തെ വരുന്ന കമന്റ്സ് ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അവര് മറ്റേ മഹിളാ മോർച്ചയുടെ ആളാണ്, അതുകൊണ്ട് കൊല്ലപ്പെടേണ്ടവനാണ്, അവർ RSകാരാണ്, RSS ശാഖയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് RSS ശാഖയിൽ പഠിപ്പിക്കുന്നതൊക്കെ. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, അങ്ങ് തിരുവനന്തപുരത്ത് ഒരു പയ്യൻ, ലഹരിക്കടിമയായ ഒരു പയ്യൻ ഒരു കുടുംബത്തിൽ 5 ആൾക്കാരെ കൊന്നിട്ടുണ്ട്. അതെന്താ, മദ്രസയിൽ പോയി പഠിച്ചതുകൊണ്ടാണോ അങ്ങനെ കൊല്ലുന്നത്? ഈ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും MDMA ഒക്കെ കേസെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 90% മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികളാണ് പ്രതിയാക്കപ്പെടുന്നത്, ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്, അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിന് നിങ്ങൾ മദ്രസയിൽ പഠിക്കുന്നതുകൊണ്ടാണോ? ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ അത് ആ പാർട്ടിയെ നോക്കിയിട്ടല്ല നിങ്ങൾ ഇത് വിലയിരുത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഓരോ കൊലപാതകം ചെയ്യുമ്പോൾ, ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കൊലപാതകവും ഈ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ കേസ് കേരളത്തിൽ ആർക്കെതിരെയാണ് നിങ്ങൾ നോക്കണം. ഈ സംഘപരിവാറിന് അല്ലെങ്കിൽ BJPനെ RSനൊക്കെ അടിക്കാൻ കിട്ടുന്ന ഒരു അവസരം കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾ കളയാറില്ല. ആയിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ കളയാതെ RSനെതിരെ, BJPക്കെതിരെ, സംഘപരിവാറിനെതിരെ ഒക്കെ ആയുധം എടുത്തോളൂ. അല്ലെങ്കിൽ വാക്കുകൊണ്ടുള്ള ആയുധമാണ് കേട്ടോ, അല്ലാണ്ട് സാധാരണ കൊത്തിയാൽ മുറിയുന്ന വാളുകൊണ്ടല്ല. പക്ഷെ ഇത് ഈ ഒരു സംഭവത്തെ നിങ്ങളിങ്ങനെ ഈ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് അവരങ്ങനെ മരിക്കണ സ്ത്രീ എന്നൊക്കെ പറയുന്നത് മോശമല്ലേ? അവരമ്മയാണ്. ഒരമ്മ മകൻ ഇത്തരത്തിലുള്ള ഒരു ദുർനടത്തിപ്പുകാരനാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉപദേശിക്കും. നമുക്കെല്ലാവർക്കും അമ്മമാരുണ്ടല്ലോ അല്ലേ? നമ്മളൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ ഉപദേശിക്കില്ലേ, കുടുംബക്കാർ ഉപദേശിക്കില്ലേ? അപ്പം അവർ ഈ ഉപദേശം കേൾക്കുന്ന ആള് നാളെ പിറ്റേന്ന് നമുക്ക് നേരെ ഒരു കത്തിയെടുത്ത് വന്നു കഴിഞ്ഞാൽ അവസ്ഥ ഓർത്ത് നോക്ക്. അവർ നല്ലൊരു സ്ത്രീയായിരുന്നു. അവര് ഭാരതീയ ജനതാ പാർട്ടിയിലെ മഹിളാ മോർച്ചയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മരിക്കപ്പെടേണ്ടവരാണ്, കൊല്ലപ്പെടേണ്ടവരാണെന്നൊക്കെ പറയുന്നത് എത്ര നീചമായ, നിന്ദ്യമായ ചിന്താഗതിയാണ് നിങ്ങൾക്ക്. ആ ക്രിസ്റ്റി എന്ന പയ്യൻ മഹിളാ മോർച്ചയിൽ പ്രവർത്തിക്കുന്ന ഗീതമ്മ എന്ന വ്യക്തിയെ അരുംകൊല ചെയ്തപ്പോൾ അവർ മഹിളാ മോർച്ചന്റെ ആളാണ്, RSS ശാഖയിൽ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നതൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചോദിക്കാനുണ്ട്? പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, തെങ്ങിനും കവുങ്ങിനും ഒരേ തളയിട്ട് കയറാൻ പാടില്ലെന്ന് അല്ലേ? തെങ്ങിന് വേറെ തളയാണ്, അതുപോലെ തന്നെ കവുങ്ങിന് വേറേതാണ്. ഇത് ഒരു മകൻ ഒരമ്മയെ അതിദാരുണമായിട്ട് അരുംകൊല ചെയ്തതാണ്. അത് രാഷ്ട്രീയപരമായിട്ട് ചിത്രീകരിച്ച് ആ വ്യക്തിയെ, ആ അമ്മയെ ഈ രീതിയിൽ അപമാനിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യം, നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധത എന്ന് പറഞ്ഞത് ഇത്രയൊക്കെയാണ്. ഇത്ര മാത്രമേ ആ പ്രബുദ്ധതയ്ക്ക് ഉയർച്ചയുള്ളൂ. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നിനും നമ്മുടെ പ്രബുദ്ധ മലയാളികൾക്കാവില്ല എന്നുള്ളത് സത്യമാണ്. ഞാനിത് പറയാൻ കാരണം 2 ദിവസം മുന്നെയാണ് SFIയിൽ പ്രവർത്തിക്കുന്ന ഒരു പയ്യനെ എക്സൈസ് സംഘം MDMA ആയിട്ട് പിടിച്ചത്. ഇവൻ ഈ പിടിച്ച ഉടനെ തന്നെ ഇവനത് വായിലിട്ടു. ഇപ്പം ഗുരുതരാവസ്ഥയിലാണ്. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കണം, ഇതിപ്പോൾ AKG സെന്റർ എന്നാണോ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കാണ്ട് പറ്റുമോ? കാരണം അവൻ്റെ ആ ബുദ്ധിമോശമാണ് ആ കാണിച്ചത്. MDMA അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് തന്നെ ബുദ്ധിമോശമാണ്.
ബുദ്ധിയിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അതില്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം കുറഞ്ഞ സമയം കൊണ്ട് അധ്വാനിക്കാതെ കുറേ പണം. ഇതൊക്കെ നമ്മുടെ ഈ മലയാളികളുടെ ഈ പണിയെടുക്കാനുള്ള മടിയില്ലേ, തൊഴിൽ ചെയ്യാനുള്ള മടി, അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇവരൊക്കെ എന്ന് നന്നാവും ദൈവത്തിനറിയാം. ക്രിസ്റ്റിയാൽ വധിക്കപ്പെട്ട മഹിളാ മോർച്ചയിൽ പ്രവർത്തിക്കുന്ന ഗീതമ്മയ്ക്ക് ഹൃദയത്തിൽ തൊട്ട് പ്രണാമം അർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ദുർവിധി ഇനി ആർക്കും ഇല്ലാതാകട്ടെ. ഈ MDMA പോലുള്ള അല്ലെങ്കിൽ കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുപോകുന്നവരെയല്ല, ഇത് ആർക്കാണ് എത്തിച്ചു കൊടുക്കുന്നത് അവരെയാണ് പിടിക്കേണ്ടത്. ഓരോ പോലീസുകാരും അലർട്ടാവുക, നമ്മുടെ ഓരോ നാട്ടുകാരും ഓരോ വ്യക്തികളും അലർട്ടാവുക. കാരണം നാളെ നമ്മുടെ കുടുംബത്തിലേക്കും നമ്മളെ കുഞ്ഞുങ്ങൾക്കും ഇതൊക്കെ സംഭവിക്കാം. അങ്ങനെ ഒരു ദുരന്തം, അങ്ങനൊരു ദുർവിധി ആർക്കും ഇല്ലാതാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ. മറ്റൊരു നല്ലൊരു വീഡിയോ കൊണ്ടുവരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.